118ാമത്തെ സെഷനിലേക്ക് കടക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന യൂണിറ്റിൻ്റെ ഇവാലുവേഷനാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്ലോപ്പ് ഓഫ് ദ ലൈൻ 2x മൈനസ് 3y ഈസ് ഈക്വൽ ടു 5. 2x minus 3y is equal to 5. This is in the form ax plus by is equal to c. Therefore, slope is equal to minus a by b. ഇവിടെ slope is equal to minus a is 2, b is minus 3, that is 2 by 3. ഇതാണ് സ്ലോപ്പ് ആയിട്ട് വരുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം: റേഡിയസ് ഓഫ് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ഇപ്പം എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 2. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർഡ് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ ആൻഡ് റേഡിയസ് ആർ. ഇവിടെ നമുക്ക് ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു √2 സ്ക്വയർ എന്നെഴുതാം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു √2 സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. സമാനമാണ്. അപ്പോൾ സെൻറ്റർ 0 0 നമുക്കാവശ്യമുള്ളത് റേഡിയസ് ആണ്. റേഡിയസ് ഇസ് √2. ഇവിടെ √2 എന്നുണ്ട്. ഓക്കെ, ഓപ്ഷനിൽ √2 കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം: ദ പോയിന്റ് അറ്റ് വിച്ച് ദ ലൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 കട്ട് വൈ ആക്സിസ്. ദിസ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതാം, ഇപ്രകാരം ചിന്തിക്കാം നമുക്ക്. When this line cut y-axis, x will be 0 at that point. When the line cut y-axis at that point, x will be 0. Therefore, this equation becomes 0 plus y plus 1 is equal to 0. Therefore, y plus 1 is equal to 0 and y is equal to minus 1. അപ്പോൾ പോയിൻ്റ് എന്തായിരിക്കും? പോയിൻ്റ് എക്സ് 0 ആണ്, വൈ -1 ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്ഷനായിട്ടും ആൻസറായിട്ടും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അതിന്. ends of the diameter of a circle are 1 1 and -1 -1. കോർഡിനേറ്റ് ആക്സിസ് മനസ്സിൽ ഇങ്ങനെ കാണുക, എക്സ് ആക്സിസും വൈ ആക്സിസും. ഓക്കെ, 1 1 is here, 1 1, and this is -1 is here, -1 -1. But this is the diameter of the circle. 1 1 -1 is the end points of the diameter. Suppose this is A and B. ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണല്ലോ സർക്കിളിൻ്റെ സെൻറ്റർ. ഈ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് മിഡ് പോയിൻ്റ് ഈസ് ഒറിജിൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഈക്വലാണ്. ഇങ്ങനെയാണ് സർക്കിൾ വരുന്നത്. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച് കോൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓർ സെൻറ്റർ ഈസ് 0 0. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഇവിടെ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ഡിസ്റ്റൻസ് 1 ആണ്, ഈ ഡിസ്റ്റൻസും 1 ആണ്. ദെർഫോർ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി √2 ആൻഡ് ദാറ്റ് √2 ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കിൾ ഇങ്ങനെയാണല്ലോ പോകുന്നത്. അതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. എ ലൈൻ ഇന്റർസെക്റ്റ് ദ കോർഡിനേറ്റ്സ് ആക്സസ് അറ്റ് 0 4 ആൻഡ് 3 0. അപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് എക്സ് ആക്സിസ് വരുന്നത്, വൈ ആക്സിസ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ 0 4 is here, 0 4,
വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് 30 എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ലൈൻ. അപ്പോൾ ദിസ് ഈസ് ദ ട്രയാങ്കിൾ. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? എ ലൈൻ, ദിസ് ഈസ് ദ ലൈൻ. ഇങ്ങനെയാണ് ഒരു ലൈൻ പോകുന്നത്. ഇതാണ് ലൈൻ. ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതനുസരിച്ച് 4 മൈനസ് 0 ബൈ 0 മൈനസ് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 4/3. അതിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം വരുന്നത് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ ഏതാണ്ട് ഒരു റഫ് ഡയഗ്രം ഒക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്താണെന്നാണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ വെർട്ടിസസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിലൂടെ കടന്നു പോകുന്ന ഇങ്ങനെയുള്ള ഈ ട്രയാങ്കിളിൻ്റെ വെർട്ടിസസിലൂടെ കടന്നു പോകുന്ന സർക്കിളിൻ്റെ റേഡിയസ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ വെർട്ടിസസ് ഓഫ് ദ ട്രയാങ്കിൾ? ഇപ്പോൾ ദിസ് ഇസ് എ, ദിസ് ഇസ് ബി, ഒ എ ബി. ഇത് ചേർത്തിരിക്കും ഇതിനകത്ത്, ക്വസ്റ്റ്യനിൽ അത് ചേർത്ത് വിട്ടുപോയിട്ടുള്ളതാണ്. ഓഫ് ദ ട്രയാങ്കിൾ ഒ എ ബി ഇതാണ്. അപ്പോൾ ഇത് നമുക്കറിയാലോ 90 ഡിഗ്രിയൊക്കെയാണ്. ഇത് 90 ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഡയമീറ്ററാണ്. സർക്കിൾ എന്നുള്ള ചാപ്റ്ററിൽ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. 90 ഡിഗ്രി ആണെങ്കിൽ ദിസ് ഈസ് ദ ഡയമീറ്റർ. എന്നാലും മാത്രമേ ഇത് സെമി സർക്കിൾ ആവുകയുള്ളൂ. സെമി സർക്കിളിലെ ആംഗിളാണ് 90 ഡിഗ്രി. ഇത് സെമി സർക്കിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ സെൻറ്റർ എത്രയായിരിക്കും? 0, 4 ആൻഡ് 30 ആർ ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദി diameter or the diametrically opposite points 0, 4 and 30. Therefore its midpoint will be the center. Midpoint എന്തായിരിക്കും? 0 plus 3/2 and 4 plus 0/2. ഇതാണ് സെൻറ്റർ. നമുക്ക് വേണ്ടത് റേഡിയസ് ആണ് അല്ലേ? സെൻറ്റർ കാണണമെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. റേഡിയസ് r is equal to ഇത് ഡയമീറ്റർ ആണല്ലോ. ഇതാണല്ലോ ഡയമീറ്ററിൻ്റെ നീളം എത്രയാണ്? ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഡയമീറ്റർ ആദ്യം നമുക്ക് കാണാം. ഡയമീറ്റർ എത്രയായിരിക്കും? എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. എ ബി ഈസ് ഈക്വൽ ടു ഇത് 3 ആൻഡ് ദിസ് ഇസ് 4. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 ദാറ്റ് ഈസ് 5 diameter. Therefore radius is half of the diameter. 5/2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ എ ബി ആൻഡ് സി ആർ ദ വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. എയുടേത് എക്സ് കോർഡിനേറ്റ് 1, ബിയുടെ എക്സ് കോർഡിനേറ്റ് 4. Therefore difference is 3. The difference between the y coordinate of a and c, അവിടെ ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഡി. ഡിയുടെ കോർഡിനേറ്റ്സ് കാണുക. ഡിയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ കാണും? ഡിയുടെ കോർഡിനേറ്റ്സ് കാണാനായിട്ട് പല രീതികളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഷോർട്ടായിട്ടുള്ള രീതി, ഷോർട്ട് കട്ട് മെത്തേഡ്. ഡിയുടെ കോർഡിനേറ്റ്സ് 1 plus 6 minus 2. 1 plus 6 minus 2. X coordinate 1 plus 2 minus 2. അതായത് ഡിയുടെ കോർഡിനേറ്റ് 4 and 1. ഇവിടെ 1 plus 6. 1 plus 6 7. 1 plus 6 ഇവിടെ 7 വരുന്നു. 7 minus 7 1 plus 6 minus 4. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ 7 minus 4 ആൻഡ്
ദിസ് ഇസ് 3 മൈനസ് 2, അതായത് ഡി 3 1 എന്ന് നമുക്ക് കിട്ടുന്നു. ഇതാണ് ഈ കാണുന്ന 3 1. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എഴുതാനായിട്ട് സാധിക്കും. അത് ഷോർട്ട് കട്ട് മെത്തേഡ് പ്രാക്ടീസ് ചെയ്താൽ ഇതുപോലെ വളരെ വേഗത്തിൽ എഴുതാനായിട്ട് സാധിക്കും. മറ്റു രീതിയിൽ നമ്മൾ ഇവാലുവേഷൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇവിടെ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെയും മിഡ് പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. The midpoints of the sides of the triangle ABC are P, Q and R. P is the midpoint of AB, Q is the midpoint of BC and R is the midpoint of AC. ഇവിടെ നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിച്ചതും ഇവിടെയൊക്കെ ആവർത്തിച്ചിട്ടുള്ളതുമായൊരു കാര്യമുണ്ട്. The line joining the midpoints of the one side of a triangle is parallel to the third side, but these two lines are parallel. ഈ 2 ലൈൻസും പാരലലാണ്. അതുപോലെ ഇതും പാരലലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദിസ് ഇസ് എ പാരലോഗ്രാം, ദിസ് ഇസ് എ പാരലോഗ്രാം. തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ ചെയ്തതുപോലെ ബിയുടെ വെർട്ടെക്സ് നമുക്ക് എഴുതാൻ പറ്റും 1 + 2 - 5 ആൻഡ് 4 + 3 - 6. അതായത് ഡിയുടെ കോർഡിനേറ്റ്സ് 3 - 5 - 2 7 - 6 1 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ കിട്ടി. ഇതുപോലെ തന്നെ മറ്റ് വെർട്ടിസസിന് നമുക്ക് എഴുതാൻ സാധിക്കും. പി ക്യു ആർ എ ഈസ് എ പാരലോഗ്രാം, പി ക്യു സി ആർ ഈസ് എ പാരലോഗ്രാം, ഈസ് എ പാരലോഗ്രാം, പാരലോഗ്രാം. ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് സിയുടെ കോർഡിനേറ്റ്സ് എഴുതാം. 2 + 5 - 1 അത് എക്സ് കോർഡിനേറ്റ്. 3 + 6 - 4 വൈ കോർഡിനേറ്റ്. സി 7 - 1 6 ആൻഡ് ദിസ് ഇസ് 9 - 4 5. അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. അടുത്തത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്യുക ഉത്തരം വെച്ചിട്ട്. ഓക്കെ, അടുത്തതായിട്ട് 8ാമത്തെ ചോദ്യം. ഇത് നമ്മൾ വർക്ക്ഷീറ്റിൽ വിശദമായിട്ട് ചെയ്തു തന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് എക്സ് കാണണം, എക്സിൻ്റെ വാല്യൂ കാണണം. ഇവിടെ 3 + 4/2, ദിസ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് DB. P is the midpoint of AC. ഈ 2 ഡയഗണലിൻ്റെയും കോമൺ മിഡ് പോയിൻ്റ് ആണത്. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 9ാമത്തെ ചോദ്യം ഇതാണ്, സ്ലോപ്പ് കാണാനാണ്. ABC are 3 points. Write the slope of AB. അതിവിടെ എഴുതാം. AB y2 - y1/x2 - x1, 4 - 3/3 - 2. സ്ലോപ്പ് ഓഫ് BC അതും എഴുതാം. ഇവിടെ AB-യുടെ സ്ലോപ്പും പിന്നെ ബിയിൽ നിന്ന് തന്നെ തുടങ്ങുന്ന BC-യുടെ സ്ലോപ്പും ഈക്വലാണ്. ഇത് രണ്ടും ഈക്വലാണ്. ഈ ഭാഗത്തിൻ്റെ സ്ലോപ്പും ഇതിൻ്റെ സ്ലോപ്പും ഈക്വലാണ്. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ABC ആർ ഓൺ എ ലൈൻ എന്ന് പറയുന്നത്. സ്ലോപ്പ് ഈക്വൽ ആയതുകൊണ്ട്, 2 ലൈൻസിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയതുകൊണ്ട് അത് ഒരു ലൈൻ തന്നെ ആകണമെന്നില്ല. ഇവിടെ AB എന്ന ലൈൻ അതിൻ്റെ സ്ലോപ്പ് 1 ആണ്. പിന്നെ ബിയിൽ നിന്ന് തന്നെ തുടങ്ങി അതേ സ്ലോപ്പുള്ള അടുത്ത ലൈൻ സി, ഇതിൻ്റെ സ്ലോപ്പും 1 ആണ്. ഇങ്ങനെ വരുമ്പോഴാണ് ABC ആർ ഓൺ എ ലൈൻ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 10ാമത്തെ ചോദ്യം ഇൻ്ററാക്റ്റീവ് ക്വസ്റ്റ്യനാണ്. 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന് 0 ഡയഗണൽസാണ്. സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 3. ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഈസ് 0. നമ്പർ ഓഫ് ഡയഗണൽസ് ഈസ് 0. If the
ഇറ്റ് ഇസ് എ കോഡിലാറ്ററൽ ആണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് ഡയഗണൽ വിൽ ബി, നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വരക്കാം, വിൽ ബി 2. ഇഫ് ഇറ്റ് ഈസ് എ പെൻഡഗൺ ആണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് വിൽ ബി 5. ഇവിടെ സൈഡ്സും ഡയഗണൽസും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 3 സൈഡ്സ് ആണ് 3 × 3 - 3/2, 4 × 4 - 3/2, 5 × 5 - 3/2. ചോദ്യവും അതിൻ്റെ വിശകലനങ്ങളും നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ വായിക്കുക. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഹൗ മെനി ഡയഗണൽസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം വൺ വെർട്ടെക്സ് ടു എ ഹെക്സഗൺ ആകുമ്പോൾ n = 6. നമ്പർ ഓഫ് ഡയഗണൽസ് is equal to 6 × 6 - 3/2. That is equal to 3 × 3. That is equal to 9 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ആദ്യത്തെ ചോദ്യം ഒരു ഡയഗണൽ ഒരു വെർട്ടക്സിൽ നിന്ന്, അപ്പോൾ ദിസ് ഈസ് എ ഹെക്സഗൺ, 3, 4, 5, 6. ഒരു വെർട്ടക്സിൽ നിന്ന് 1, 2, 3 ഡയഗണൽസ് വരക്കാൻ പറ്റും. അടുത്ത വെർട്ടക്സിൽ നിന്നും 1, 2, 3 വരക്കാൻ സാധിക്കും. ഓരോ വെർട്ടക്സിൽ നിന്നും 3 ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ നേരത്തെ ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിച്ചാൽ 1, 2, 3 3 ഡയഗണൽ, അതാണ് ഇവിടെ 3 എന്ന് പറയുന്ന ഉത്തരം വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ എ പോളിഗൺ ഓഫ് n സൈഡ്സ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് നിന്ന് n സൈഡ് ഉണ്ടെങ്കിൽ n × n - 3/2. But this is the formula to calculate the number of diagonals. Okay. ഇനി നമുക്ക് how many sides are there in a polygon of 35 diagonals? അപ്പോൾ n × n - 3/2 is equal to 35. n × n - 3 is equal to 35 × 2. അപ്പോൾ n² - 3x is equal to 70 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് n = 10 എന്ന് കിട്ടും. n സൈഡഡ് പോളിഗൺ ആണത്. അപ്പോൾ 10 ആണ് അവിടെ നമ്പർ ഓഫ് സൈഡ്സ് വരുന്നത്. ഇത് സ്വയം ചിന്തിക്കുക. 49 എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവാലുവേഷനിൽ കൊടുത്തിരിക്കുന്നത്.